ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇവനാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ. നന്നായിട്ട് തയ്ക്കുന്നുണ്ട്, പക്ഷെ ഫിനിഷിങ് കിട്ടുന്നില്ല. പലരുടെയും പരാതിയാണല്ലേ. നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് എനിക്ക് വരാറുള്ള കമൻസിലൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലുള്ള ഉടമയാണ് ഈ പോയ ആൾ. അവൻ്റെ പേരാണ് ഗ്രാവിറ്റി സ്റ്റീം അയൺ ബോക്സ്. ചോദ്യങ്ങൾ പലതാണ് കേട്ടോ. ചേച്ചി വീഡിയോയിൽ കാണിക്കാറുള്ള അയൺ ബോക്സ് ഏതാണ്, ഇതിൻ്റെ പേരെന്താ, ഇതെവിടെ നിന്നാണ് വാങ്ങിയത്, ബ്രാൻഡ് ഏതാണ്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉപയോഗം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സ്റ്റീം അയൺ ബോക്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ എല്ലാം അപ്പുറത്തായിട്ട് വരുന്നൊരു ചോദ്യമുണ്ട്, കറണ്ട് ബില്ല് കൂടുതലാണോ എന്നുള്ളത്. അപ്പോൾ ഈ സംശയങ്ങളെല്ലാം ഇത് മേടിക്കുന്നതിന് മുന്നേ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമോ അല്ലയോ എന്നുള്ളത്. ഇത് നിങ്ങൾ മേടിക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോയോട് കൂടി തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി സ്റ്റീം അയൺ ബോക്സ് ആണ്. ഇത് ഞാൻ ജാക്ക് എന്ന ബ്രാൻഡിൻ്റെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ ജാക്കിൻ്റെ ഒരു ഡീലേഴ്സിൻ്റെ പേജുണ്ട്. അതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിഷ്യൻ്റെ ഒക്കെ ഫൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ പർച്ചേസ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാനിത് മേടിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 4000 രൂപയോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മേടിച്ച സമയത്ത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതായി കാണുന്നതാണ് കേട്ടോ അതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ. 1450 വോൾട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഈ അയൺ ബോക്സിലേക്ക് നോക്കുമ്പോഴത്തേനും ഇതിലൊരു സ്വിച്ച് ഉണ്ട്, ഓൺ ആക്കാനും ഓഫ് ആക്കാനും വേണ്ടിയിട്ട്. ഓൺ ആക്കുമ്പോഴത്തേനും ഇതിനകത്തൊരു റെഡ് ലൈറ്റ് ഉണ്ട്, അത് കത്തും. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും തേപ്പൂട്ടി ചൂടായിട്ട് അത് കറക്റ്റ് ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോഴേക്കും ഈ ലൈറ്റ് കെടും, ഓഫാവും, തന്നെ കെടും. സ്വിച്ച് ഓഫ് ആവുമല്ല, ലൈറ്റ് കെടും. അപ്പോഴേക്കും നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി എന്നുള്ളതാണ്. ഞാനിപ്പോൾ പ്ലഗിൽ അത് കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ലൈറ്റ് കത്താത്തത്. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് നല്ല ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, എപ്പോഴും നമുക്ക് പോയി സ്വിച്ച് ബോർഡിനകത്ത് ചെന്നിട്ട് ഓണാക്കുക ഓഫാക്കുക ചെയ്യേണ്ട, ഇതിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ ഇതായി കാണുന്ന റൗണ്ട് സംഭവം, ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ എത്ര വേണം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം. ഇതിനകത്ത് എന്താ പറയുക, നമ്പേഴ്സ് പോലെയാണ് കൊടുത്തേക്കുന്നത്. 0 ഓഫ്, 0 എന്ന് പറഞ്ഞാലും ഓഫ് എന്ന് പറഞ്ഞാലും ഏതാണ്ടൊക്കെ ഒരുപോലൊക്കെ തന്നെയാണ്. പിന്നെ അങ്ങോട്ട് 1 2 3 4 5 ഏറ്റവും ഹൈയസ്റ്റ് ടെമ്പറേച്ചർ ഇതിനകത്ത് 5 കോട്ടൺ പോലെയുള്ള തുണികളാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2ൽ ഞാൻ വെക്കും. അതിനേക്കാളൊക്കെ നേരിയ തുണികളാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനേക്കാളും കുറച്ചൊരു 2ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കൊക്കെ ആയിട്ട് വെക്കും. പിന്നെ ഇച്ചിരി കൂടെ ഒക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒരു 3 വരെ, അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല കേട്ടോ. പിന്നെ വരുന്നതുണ്ടല്ലോ, ഈ കാണുന്ന സ്റ്റീം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് ഉണ്ട്. ഇത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും താഴെ നിറയെ ഹോൾസ് ഉണ്ട് ഈ അയൺ ബോക്സിൻ്റെ താഴെ, അവിടുന്ന് സ്റ്റീം വരും. പിന്നെ ഈ കാണുന്ന ഹോസ് ഉണ്ടോ, ഇതാണ് നമ്മുടെ മേളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടാങ്ക്. അതായത് അയൺ ബോക്സിൻ്റെ കൂടെ ഒരു ടാങ്ക് കിട്ടും വെള്ളം നിറയ്ക്കുന്ന, ആ ടാങ്കിൽ നിന്ന് നമ്മൾ അയൺ ബോക്സിലേക്ക് കണക്ട് ചെയ്യുന്ന ഹോസാണ് ഇതേ കൂടെയാണ് വെള്ളം വരുന്നത്. വെള്ളം ടാങ്കിൽ നിന്ന് ഈ ഹോസ് വഴി അയൺ ബോക്സിലെത്തുന്നു. ചൂടായിട്ടുള്ള സർഫസിൽ തട്ടിക്കഴിയുമ്പോൾ അത് ആവിയായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതാണ് ടാങ്ക്. ടാങ്കിൽ ഒരു 3-4 ലിറ്ററോളം വെള്ളം നമുക്ക് നിറയ്ക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഞാൻ 2-3 ഒക്കെ നിറച്ചെപ്പോഴും വെക്കാറുള്ളൂ കേട്ടോ. സ്റ്റീം കൊടുക്കണമെന്ന് ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ഇത് ഹീറ്റായി റെഡിയായി കഴിഞ്ഞിട്ട് മാത്രമേ സ്റ്റീമിൻ്റെ സൈഡിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ സ്റ്റീമിന് പകരം ശരിക്കും വെള്ളമായിരിക്കും ഊർന്ന് വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഇത് വെക്കാൻ വേണ്ടിയിട്ടൊരു സാധനം സ്റ്റാൻഡ് മാതിരി കിട്ടും. എൻ്റെത് ഈ കോലമൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ ഓക്കെ, പരിപാടിയൊക്കെ നടക്കും. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ ഗ്രാവിറ്റി സ്റ്റീം അയൺ ബോക്സ് ആണിത്. അതായത് നമ്മൾ ഈ കാണിച്ചില്ല ഒരു ടാങ്ക്, ഇത് നമ്മൾ മേളിൽ തൂക്കിയിട്ടിരിക്കുക. ഉറപ്പായിട്ടും ഒരു 4 തൊട്ട് 5 അടി ഉയരത്തിലായിരിക്കണം ഈ വാട്ടർ ടാങ്ക് ഉണ്ടായിരിക്കേണ്ടത്. താഴെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര സ്റ്റീം ഒരു പവർ ഉണ്ടാവില്ല. അതേസമയത്ത് മുകളിൽ നിന്ന് അത്ര, ഞാൻ പറഞ്ഞില്ല, ഒരു 5 അടിയോളം മുകളിൽ തന്നെ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വരുന്ന സ്റ്റീം നല്ല സ്റ്റീമായിരിക്കും, നല്ല ഹെവി സ്റ്റീമായിരിക്കും വരുന്നുണ്ടാവുക. എന്തിനാണ് ഈ ഹെവി സ്റ്റീം വരണം എന്ന് പറയുന്നതിൻ്റെ കാര്യം, നമുക്ക് അത്രയും ഈസി ആയിരിക്കും ഈ പ്രോസസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പൈനിങ് ആണെങ്കിലും പ്രസ്സിങ് ആണെങ്കിലും ഒക്കെ കുറച്ചുകൂടെ ഫിനിഷിങ് കിട്ടും. മറ്റേത് ഇച്ചിരിയൊക്കെ ആവി വരുന്നുള്ളെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല അതിനകത്ത്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ സാധാ സ്റ്റീം അയൺ ബോക്സ് കാണും. അതിൻ്റെ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി വരുന്നുണ്ട്, ഈ പറയുന്ന ഒരു കാഠിന്യത്തിലായിരിക്കത്തില്ല അതിൻ്റെ ആവി വരുന്നുണ്ടാവുക.
അപ്പോൾ ഇങ്ങനെ തൂക്കിയിടുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ മോട്ടറോ കാര്യങ്ങളോ ഒന്നും ആവശ്യം വരുന്നില്ല. ആ ഗ്രാവിറ്റിയുടെ പ്രഷർ കൊണ്ടാണ് ഇതിങ്ങനെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് മേടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നല്ല ഹൈറ്റിൽ വേണം ഇത് കൊണ്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ അയൺ ബോക്സ് നമ്മൾ കൂടുതലും യൂസ് ചെയ്ത് കാണാറുള്ളത് ടൈലറിങ് ഷോപ്പ്, ബൊട്ടീക്ക്, പിന്നെ സ്റ്റിച്ചിങ് യൂണിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അവിടങ്ങളിൽ. പിന്നെ ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനുണ്ട്. അതായത് ടേബിൾ തന്നെ ഇങ്ങനെ ടേബിളിൽ നിന്നും ആവി വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു സെറ്റപ്പുള്ളൊരു സാധനമുണ്ട്. അത് ഭയങ്കര കൊമേഴ്ഷ്യലായിട്ടുള്ള വർക്കിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെറ്റപ്പുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല കേട്ടോ. അപ്പോൾ സാധാരണ അയൺ ബോക്സും ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. സാധാരണ അയൺ ബോക്സിന് അത്ര വെയിറ്റ് ഇല്ല. ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്റ്റീമും വെയിറ്റും ഒരുമിച്ച് ചെല്ലുമ്പോൾ നമുക്ക് റിങ്കിൾസ് അല്ലെങ്കിൽ ചുളിവുകളൊക്കെ നമുക്ക് പെട്ടെന്ന് നീറ്റായിട്ട് തേച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ സ്റ്റീമുള്ള സാധാരണ അയൺ ബോക്സ് ആണെങ്കിൽ പോലും നമ്മൾ ഈ സ്റ്റീമിൻ്റെ സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോഴത്തേനും നമ്മുടെ കൺട്രോളിലായിരിക്കത്തില്ല ഇതിൻ്റെ സ്റ്റീം വരുന്നുണ്ടാവുക. അതായത് ഞെക്കുമ്പോഴായിരിക്കത്തില്ല അതിൽ നിന്ന് സ്റ്റീം വരുന്നുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ ഓഫാക്കി കഴിഞ്ഞ ശേഷവും സ്റ്റീം വരുന്നുണ്ടാവും. അത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യം. നമ്മളറിയാതൊക്കെ കൈ കൊണ്ടുവെക്കുന്ന സമയത്ത് സ്റ്റീം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ പൊള്ളിപ്പോവും. ഇതെന്ന് പറഞ്ഞാൽ ആ സ്വിച്ചിൽ നമ്മൾ ഞെക്കുന്ന സമയം വരേക്കും മാത്രമേ സ്റ്റീം വരുള്ളൂ. നമ്മൾ കൈ വിട്ടാൽ അത് അവിടെ നിൽക്കും. പിന്നെയാണെങ്കിൽ നമ്മൾ അതിനകത്ത് എപ്പോഴും വെള്ളം ഒഴിച്ച് നിറച്ചുകൊണ്ടേ ഇരിക്കണം. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ 3-4 ലിറ്റർ വെള്ളം നമുക്ക് സുഖമായിട്ട് ഒഴിക്കാം. അപ്പോൾ അത് തീരുന്നിടം വരേക്കും നമുക്ക് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം, കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ കോട്ടൺ ആണെങ്കിലും ലിനൻ ആണെങ്കിലും പിന്നെന്താണ് അങ്ങനെ അത്യാവശ്യം കട്ടിയുള്ള ഏതൊരു തുണിയും ഇത് നിസ്സാരമായിട്ട് നമുക്ക് അതിൻ്റെ ചുളുക്കം മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ കാണിച്ചത് കൂടാതെ കണ്ട് ഇതിൻ്റെ കൂടെ അഡീഷണലായിട്ടൊരു 2 പ്രോഡക്റ്റ് ഞാൻ പൊതുവേ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. ഒന്ന് ഹീറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന മാതിരി ഒരു ഷീറ്റ്. നമ്മളിപ്പോൾ ഭയങ്കര നേരിയ തുണിയൊക്കെ നമ്മൾ അയൺ ചെയ്യുമ്പോഴേക്കും, സിൽക്ക് പോലുള്ള തുണികളൊക്കെ അയൺ ചെയ്യുമ്പോഴേക്കും ഒട്ടും തന്നെ ടെമ്പറേച്ചർ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല അതിന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉരുകി പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഷീറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഈ അയൺ ബോക്സിന് ഒരു ഇങ്ങനെ ഷൂസോ ബൂട്ടോ അങ്ങനെ എന്തോ പറയും, ഇങ്ങനെ ക്ലിപ്പ് പോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധികം ഇതിൻ്റെ താഴെ വശം അധികം നാശമായി പോകത്തില്ല. ഇത് രണ്ടും നിലവിലിപ്പോൾ എൻ്റെ കയ്യിലില്ല, ഞാനത് മേടിച്ചിട്ടില്ല. കാര്യം 4000 രൂപയോളം കൊടുത്ത് ഞാനിത് മേടിക്കുമ്പോഴത്തേക്കിനും എനിക്കിത് ഫ്രീ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കുമ്പോഴത്തേനും സിൽവർ സ്റ്റാർ അങ്ങനെ പല ബ്രാൻഡിൽ ഇതൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യാൻ, നിങ്ങൾ ആരെങ്കിലും ഇത് മേടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫുള്ളായിട്ട് കിട്ടുന്ന പോലത്തെ നോക്കിയെടുക്കുക കേട്ടോ. പിന്നെ നോർമലി നമ്മൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ 2500, 3000 അതിന് മുകളിലേക്കുമൊക്കെ പല റേറ്റിൽ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. നമ്മുടെ കൺവീനിയൻ്റ് അനുസരിച്ചിട്ട്, നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് അത് നമ്മൾ നോക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം എനിക്ക് എടുത്ത് പറയാനായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഈ ടാങ്കിലേക്ക് ഒഴിക്കുന്ന വെള്ളം നല്ല വെള്ളമായിരിക്കണം കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഉപ്പിൻ്റെയൊക്കെ അംശം പോലെയൊക്കെ തോന്നുമല്ലോ, അങ്ങനെയുള്ള വെള്ളം ഇതിൽ ഒഴിക്കരുത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് നാശമായി പോകും കേട്ടോ. എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ക്ലോത്ത് കിട്ടിയ പാടെ തന്നെ ആദ്യമേ ചെയ്യുന്നത് ഈ അയണിങ് ആണ്. അതായത് ഒരു ചുളുക്കം പോലും ഇല്ലാതെ ആ ചുളുക്കങ്ങളെല്ലാം നിവർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സാധാരണ അയൺ ബോക്സിൽ ഇത് ചെയ്യുന്നത് ഒത്തിരി സമയം എടുക്കുമായിരുന്നു. കാരണം ഒന്ന് ഈ എന്താ പറയുക, നമ്മൾ നല്ല ബലം കൊടുക്കണം ഇതൊന്നിങ്ങനെ ആ ചുളുക്കം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഹീറ്റ് കൊടുത്തെന്ന് പറഞ്ഞാലും നല്ല ബലവും കൊടുത്തെങ്കിലേ ആ ചുളുക്കം മാറത്തുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു കൊടുത്താൽ തന്നെ മതി, അത് ആ ചുളുക്കം എല്ലാം മാറ്റിയെടുക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ പ്ലീറ്റ് ഉള്ളതോ ഗ്യാദേഴ്സ് ഉള്ളതോ ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സുകൾ ചെയ്യുമ്പോഴത്തേനും ആ പ്ലീറ്റ്സ് നമ്മൾ ഇത് വെച്ചാൽ കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ പിന്നെ കുറേ നാളത്തേക്കിന് അതൊന്നും ചെയ്യൂല. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, പ്ലീറ്റ് ഉള്ളതോ ഗ്യാദേഴ്സ് ഉള്ളതോ ആയിട്ടുള്ള ഡ്രസ്സുകൾ അധികം ഇങ്ങനെ കുത്തിപ്പിഴിഞ്ഞ് ഒലച്ച് അങ്ങനെ ചെയ്യണ്ട. പിന്നെ പോയിട്ട് എപ്പോഴും ഹാങ് ചെയ്തിടണം, എപ്പോഴും ഇങ്ങനെ തൂക്കിയിടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്ലീറ്റ്സ് ഒന്നും ചെയ്യൂല കേട്ടോ. ഇപ്പോൾ 2-2.5 വർഷമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ ദൈവം സഹായിച്ചിട്ട് കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ എനിക്കിത് യൂസ് ചെയ്യുമ്പോഴത്തേനും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഞാൻ പറഞ്ഞുതരാം. അത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറ്റം കൊണ്ടല്ല കേട്ടോ, ഞാൻ ചെയ്ത മണ്ടത്തരം അല്ലെങ്കിൽ നമുക്കറിയാതെ പോകുന്ന കാര്യങ്ങൾ എന്ന് വേണേൽ പറയാം. നമ്മൾ 4 അടി 5 അടിയോളം ഉയരത്തിലാണ് വാട്ടർ ടാങ്ക് കൊണ്ട് വെക്കുന്നത്.
അപ്പോൾ വാട്ടർ ടാങ്കിൽ കൂടെ ഒരു കേബിൾ, ഒരു ഓസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കറണ്ടിന് വേണ്ടിയിട്ടുള്ള പ്ലഗ് കേബിളുണ്ടല്ലോ, അതും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഏകദേശം എൻ്റെ അത്രയും ഹൈറ്റിലുള്ള എൻ്റെ വീട്ടിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു പവർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഏകദേശം എൻ്റെ അത്രയും ഹൈറ്റിലായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ വാട്ടർ ടാങ്കിൻ്റെ ഹൈറ്റ് ഒരിടത്ത് കിടക്കുന്നു, പ്ലഗിൻ്റെ ഹൈറ്റ് ഒരിടത്ത് കിടക്കുന്നു. അപ്പോൾ ഈ ബ്ലാക്ക് കറണ്ട് വരുന്ന വയറ് ലൂസായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അയൺ ചെയ്യുമ്പോഴേക്കും ഉണ്ടല്ലോ, നമ്മുടെ സൈഡിലേക്ക് വലിക്കുമ്പോഴത്തേനും ഈ തുണിമേലൊക്കെ ഇത് ഉടക്കും. അതിൻ്റെ ആ ലൂസായി കിടക്കുന്ന ആ ഭാഗം തുണിമേലെല്ലാം ഉടക്കിയിട്ട് നമ്മൾ വിരിച്ചിട്ടിരിക്കുന്ന തുണി അത് ചുളിഞ്ഞ് കയറി വരും. അതിപ്പോൾ വാട്ടർ ടാങ്കിൻ്റെ ഓസാണെങ്കിലും നമ്മുടെ കേബിൾ ആണെന്നുണ്ടെങ്കിലും ലൂസായിട്ട് ഇങ്ങനെ മേശമേൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പരിധി വരെ ഉള്ളത് ഓക്കെയാണ്. ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഹൈറ്റ് എന്നെ സംബന്ധിച്ച് ഓക്കെയാണ്. പക്ഷേ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് താന്നായിരുന്നു കിടന്നത്. അപ്പോൾ ഞാനിങ്ങനെ തേക്കുന്ന സമയത്ത് ഈ തുണിയിൽ ഇത് തട്ടിയിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചുളിഞ്ഞ് കയറി വരും. അതെനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടബിളായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് തുണിയാണെങ്കിലും ആദ്യം ഒരു ചെറിയ ഭാഗം ഒന്ന് അയൺ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഏകദേശം മനസ്സിലാവും ടെമ്പറേച്ചർ കൂട്ടണോ കുറയ്ക്കണം എന്നുള്ളത്. ചെറിയൊരു പീസിൽ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അല്ലാതെ എന്ത് പറ്റും, ചിലർ ആദ്യമേ കയറി സെൻറ്ററിൽ നിന്ന് തുടങ്ങിക്കളയും. ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടിയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ തുണീനെ സംബന്ധിച്ച് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലാത്ത ടെമ്പറേച്ചറാണ് കയറി വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഉരുകിപ്പോവും. അല്ലെങ്കിൽ അതിങ്ങനെ ചെറിയ കരിഞ്ഞ മണമൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് എന്നുള്ള പോലെ ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം തുണിമേൽ കറക്റ്റായിട്ട് കൊടുക്കുക. അതേപോലെ എനിക്ക് പറയാനുള്ളത്, ഒത്തിരി ചൂട് വേണ്ട. ഈ അയൺ ബോക്സിനെ സംബന്ധിച്ചിടത്തോളം 4-5 എന്നൊക്കെ പറയുന്നത് ഭയങ്കര ചൂടാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു കാരണവശാലും അത്രയും ടെമ്പറേച്ചർ ഇട്ട് ഒരു തുണി നിങ്ങൾ തേക്കാൻ പോകണ്ട. ഒരു 3-ലും ഒക്കെ മാക്സിമം പിടിച്ചാൽ മതി. മാക്സിമം 3-ൽ പിടിച്ചാൽ മതി കേട്ടോ. കാരണം ഞാനത് പറയാൻ കാരണം, കുറച്ച് നാൾ മുന്നേ തോന്നുന്നു കേട്ടോ, ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയുന്നില്ല ഈ ടെമ്പറേച്ചർ ബാർ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊന്നും അറിയില്ല. അത് 5-ലെന്തോ ആയിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ തേക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഉരുകോ അങ്ങനെ എന്തോ ഒരു കാര്യം എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കും. കാരണം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ലായിരിക്കും, ഇവർ തിരിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോഴായിരിക്കും ഇത് ടെമ്പറേച്ചർ കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ടാവുക. നമ്മളത് നോക്കാതെ എടുത്ത് വെക്കുമ്പോഴേക്കും പണിയും കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. പിന്നെ എനിക്ക് പറയാനുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ പ്ലസ്സും മൈനസും എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇതിൻ്റെ വെയിറ്റാണ്. നല്ല വെയിറ്റുള്ളൊരു സാധനമാണ്. എന്നെ സംബന്ധിച്ച് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടുള്ളൊരു കാര്യമായിരുന്നു ഇത്. ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് നമ്മുടെ കട്ടിംഗ് ടേബിളും നമ്മുടെ അയൺ ബോക്സും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. അതായത് പ്രത്യേകിച്ച് ഇതുപോലെ ഗ്രാവിറ്റി സ്റ്റീം അയൺ ബോക്സ് അല്ലെങ്കിൽ നല്ല കനമുള്ള അയൺ ബോക്സുകൾ നമ്മൾ നേരെ നിൽക്കുമ്പോഴത്തേനും നമ്മൾ കുനിഞ്ഞിട്ടാണ് വർക്ക് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നമുക്കത് നടുവേദന വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ആ കൂടത്തിൽ നമ്മൾ ഇത്രയും വെയിറ്റുള്ളൊരു സാധനം കൂടെ കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെ പറയുകയും വേണ്ടല്ലോ, നല്ല പണി കിട്ടും. അപ്പോൾ ഈ കട്ടിംഗ് ടേബിൾ ഉണ്ടല്ലോ, ഇത് ആക്ച്വലി ഒരു 5 വർഷം മുന്നേ ഞങ്ങൾ പണിയിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഹൈറ്റ് ഇല്ല കേട്ടോ. ഇത് കുറച്ചുകൂടെ ഹൈറ്റ് കുറവാണ്. ഞാൻ ഒരു 2 ഇഷ്ടിക കട്ട വെച്ചിട്ടാണ് ഇതിൻ്റെ ഹൈറ്റ് ബാലൻസ് ചെയ്തിട്ടുള്ളത്. കാരണം എൻ്റെ ആ വേസ്റ്റിൻ്റെ അളവ് വരേക്കും എനിക്ക് ഈ ടേബിള് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ ഹൈറ്റിലാണ് ഏറ്റവും ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അധികം കുനിയാതെ, തലയാണേലും നടുവാണേലും അധികം കുനിയാതെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഹൈറ്റാണ്. ഈ ഒരു ഹൈറ്റിൽ എനിക്ക് ഈ അയൺ ബോക്സ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. കാരണം എനിക്ക് അങ്ങനെ വളഞ്ഞ് കിടക്കണ്ട. അതേ സമയത്ത് ഹൈറ്റ് കുറവാകുമ്പോഴത്തേനും ഈ അയൺ ബോക്സും വെയിറ്റ് തരുന്നുണ്ട്. എനിക്ക് വീണ്ടും ബെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് നടുവിന് നല്ല പ്രഷറായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ അയൺ ബോക്സ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേബിളും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ടേബിളിൻ്റെ ഒത്ത നടുക്കായിട്ട് നമ്മൾ ഈ അയണിങ്ങിൻ്റെ സെറ്റപ്പുകൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് അയ്യറ്റത്ത് എന്നാൽ നടുക്ക്, മനസ്സിലായില്ലേ?
അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുക, ഇപ്പോൾ ആ റൈറ്റ് സൈഡിലെ കോർണറിലാണ് ഞാനിപ്പം അയൺ ബോക്സ് വെച്ചിരിക്കുന്നത്, അതിൻ്റെ പ്ലഗ് വെച്ചിരിക്കുന്നത്, അതിൻ്റെ ടാങ്ക് വെച്ചിരിക്കുന്നത്, ആ ജനൽ കാണുന്നില്ലേ, അവിടെയാണ് ഞാൻ ഇതെല്ലാം കൊണ്ട് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ അറ്റത്തെ മൂലയിൽ ഇത് അയൺ ചെയ്യാൻ പറ്റില്ല. അയൺ ബോക്സ് എല്ലായിടത്തും ഓടാനുള്ള സ്പേസ് എനിക്ക് കിട്ടത്തില്ല. ഒരു മൂല ഒരു പകുതി വരെ വന്ന് നിൽക്കും. ഞാനിത് അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തതാണ്. അതായത് ഒരു മൂലയിൽ കൊണ്ട് വെക്കുക, അപ്പോൾ ഈ അറ്റത്തൊന്നും എനിക്ക് എത്തൂല. അപ്പോൾ ഞാൻ ഈ അയൺ ബോക്സ് അല്ലെ തുണിയായിട്ട് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഇങ്ങനെ തന്നെ. വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഓടി നടന്ന് പല ആംഗിളിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഫുട്ടേജ് കാണാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അല്ലാത്ത പക്ഷം വർക്ക് ചെയ്യുമ്പോഴേക്കും ഞാൻ ഈ ഇപ്പോൾ അയൺ ബോക്സ് വെച്ചിരിക്കുന്നതിൻ്റെ നേരെ നടുവശത്ത് ഇപ്പുറത്ത് നിന്നിട്ടാണ് ഞാനത് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സൗകര്യാർത്ഥം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ സൗകര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് വിട്ടേക്കോട്ടോ. പിന്നെ നമുക്ക് ഈ സ്റ്റീമില്ലേ, സ്റ്റീം എപ്പോഴൊക്കെ കൊടുക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ റഫായിട്ടൊന്ന് തേക്കുമ്പോൾ ആ ചുളിവ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്റ്റീം കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ തുണീനെ 4 മടക്കി വെച്ചു, അപ്പോൾ ആ സെൻറ്ററിൽ നമുക്ക് ഒരു ക്രീസ് ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റീം കൊടുത്ത് അവിടെ കൂടെ പ്രസ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഓരോ സ്റ്റിച്ചും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീം കൊടുത്ത് പ്രസ് ചെയ്യണം. അതായത് ഞാനിപ്പോൾ പറയാം, ബ്ലൗസിൻ്റെ പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ഭാഗം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്തു, അല്ലെങ്കിൽ ഒരു ഡാർട്ട് ബാക്ക് ഡാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു, അതങ്ങനെ തന്നെ പ്ലേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീം കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ തന്നെ നിന്നോളും. ഇനി ഏതെങ്കിലും ഒരു വീഡിയോയിലുണ്ടല്ലോ നമുക്ക് ഒരു ചുരിദാറോ എന്തെങ്കിലും തയ്ക്കുന്ന സമയത്ത് എവിടെയൊക്കെ പ്രസ് ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര കണ്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, ഞാനത് കാണിച്ചു തരാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ടെമ്പറേച്ചർ ചൂടായി വരാൻ കുറച്ച് സമയമെടുക്കും. ചൂടായി കഴിഞ്ഞാൽ ആ ചൂട് പോകാനായിട്ട് നല്ല സമയമെടുക്കും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ കുറേ സമയത്തേക്കിന് നമുക്ക് ആ ചൂട് തന്നെ മതി. പക്ഷേ സ്റ്റീം വരത്തില്ല കേട്ടോ. ചൂട് കിട്ടും, അയൺ ബോക്സിൽ നല്ല ചൂട് കിട്ടും, പക്ഷേ സ്റ്റീം വരത്തില്ല. സ്റ്റീം വരണം എന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓൺ ആയിരിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല ഇതിലായിരിക്കണം ഉണ്ടാവേണ്ടത്, നല്ല ചൂടിലായിരിക്കണം അത് ഉണ്ടാവേണ്ടത്. ഇനി എനിക്ക് പറയാനുള്ളത് കറണ്ട് ചാർജിനെ കുറിച്ചിട്ടാണ് കേട്ടോ. സാധാരണ അയൺ ബോക്സിനെ കൊണ്ട് അയൺ ചെയ്യുന്നതിനേക്കാളും കറണ്ട് ചാർജ് കൂടുതലാണോ സ്റ്റീം അയൺ ബോക്സ്, അതും ഗ്രാവിറ്റി സ്റ്റീം അയൺ ബോക്സ് യൂസ് ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചാൽ അതെ, കൂടുതലാണ്. പക്ഷേ അത് ഒരുപാട് കൂടുതലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ കൂടുതലും അല്ല. എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. അതായത് നമുക്ക് തന്നെ അറിയാമല്ലോ, വൈകുന്നേരം ഒരു 6 മണി കഴിയുമ്പോൾ തൊട്ട് റീഡിംഗ് ഒക്കെ രണ്ട് രീതിയിലാണല്ലോ. നൈറ്റ് റീഡിങ്ങിന് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് റേറ്റ് കൂടുതലായിരിക്കും നമ്മുടെ ബില്ല് വരുന്നുണ്ടാവുക. പകരം ഇത് പകൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നം വരുന്നില്ല. പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ പറയുന്നത്, സാധാരണ ഒരു വീട്ടിലേക്ക് ഇത് ആവശ്യമില്ല. സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചാണ് ഇത് ആവശ്യം വരുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇടുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്കിതിൻ്റെ ആ ഫിനിഷ്ഡ് ലുക്ക് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനകത്ത് യാതൊരു കുഴപ്പമില്ല. സ്റ്റിച്ച് ചെയ്യാത്ത ഒരാൾ അവർ തയ്ക്കുന്നില്ല, അവരെ സംബന്ധിച്ച് അവർ റെഡിമെയ്ഡോ അല്ലെങ്കിൽ പുറത്ത് കൊടുത്ത് തയ്പ്പിച്ചോ ഇടുന്ന ഒരാളുടെ വീട്ടിലേക്ക് ഈ ഒരു അയൺ ബോക്സിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്കാണെങ്കിലും തയ്ച്ചിടുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ആ ഫിനിഷിങ് ലുക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ടൈലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ വരുമാനം കണ്ടെത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കേണ്ട കുറച്ച് സാധനങ്ങളിൽ പെടുന്ന കാര്യമാണ്. അതായത് ഇൻഡസ്ട്രിയൽ മെഷീൻ, നല്ലൊരു ടേബിള്, ഇതുപോലൊരു അയൺ ബോക്സ്, ഓവർലോക്കർ, ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ സെറ്റാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കറണ്ട് ബില്ലിനകത്ത് അത്, ഇപ്പോൾ ടൈലറിങ് ഷോപ്പൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്രൂ ഔട്ട് ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കറണ്ട് ചാർജ് സ്വല്പം കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സർവീസിൻ്റെ വാല്യൂയിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ 300 രൂപ മേടിക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് 350 ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ആ ഫിനിഷിങ്ങിന് സാധനം കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ സാരി റോളിങ്ങിലും സാരി പ്ലീറ്റിങ്ങിലും ഒക്കെ ആൾക്കാർ ഈ അയൺ ബോക്സൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ സാധാ മെഷീൻ ചവിട്ടുന്ന ഒരാൾ പതുക്കെ ഒരു ഇൻഡസ്ട്രിയൽ മെഷീനിലേക്ക് മാറും. പക്ഷേ ഇൻഡസ്ട്രിയൽ മെഷീൻ ഉപയോഗിക്കുന്ന ഒരാൾ സാധാ ചവിട്ടുന്ന മെഷീനിലേക്ക് മാറാൻ ഭയങ്കര പാടായിരിക്കും. എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു അയൺ ബോക്സ് യൂസ് ചെയ്യുന്ന ഒരാൾ മറ്റേ സാധാ അയൺ ബോക്സിലേക്ക് തിരിച്ചു പോവുക ഭയങ്കര പാടായിരിക്കും.
എൻ്റെ ഹസ്ബൻഡ് പോലും ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു അയൺ ബോക്സ് യൂസ് ചെയ്തിട്ടാണ് ആളുടെ ഷർട്ടും പാൻറ്റും ഒക്കെ അയൺ ചെയ്യാറ് കേട്ടോ. പെട്ടെന്ന് ചുളുക്കം മാറും, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാനും വേണ്ടി പറ്റും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും ടാറ്റാ.